വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടുനിന്നു. വലിയൊരു ശുഭകരമായൊരു വാർത്തയിലേക്കായിരിക്കും ഇനി അങ്ങോട്ട് പോകാം. അത് തന്നെ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കും. ഇത് ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ ഈ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം ആരമായാലും നിങ്ങൾ സംസാരിച്ചേ ഒക്കുള്ളൂ. നല്ല ബന്ധം കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതിവിടെ വന്ന എല്ലാ വീരന്മാരും ചെയ്തിട്ടുണ്ട്. ഡയലോഗൊക്കെ പുറത്ത് മാത്രമാണ്. പ്രധാനമന്ത്രിയുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ റെസ്പെക്റ്റ് കൊടുക്കണം, തിരിച്ചും കിട്ടും. മോഡിയാണെങ്കിൽ മോഡിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമാണ്, മോഡിക്ക് രാജ്യത്തിൻ്റെ പുരോഗതി വളരെ പ്രധാനപ്പെട്ട, അതിൽ ആരും തടസ്സം നിൽക്കാൻ പാടില്ല. പിന്നെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പൊക്കെ അങ്ങനെ വേണം, അത് ഈ സിസ്റ്റം കൈകാര്യം ചെയ്യാൻ അങ്ങനെ വേറെ സിസ്റ്റമുണ്ട്. പക്ഷെ അതങ്ങനെ ഇതുമായിട്ട് കടത്താറില്ല. ഇപ്പം മമതയായിട്ട് അങ്ങനെ ഏറ്റവും വലിയ ഫൈറ്റ് ചെയ്തത്. പക്ഷേ അന്ന് കേരളത്തിൽ പോയിട്ടുണ്ട്, നമ്മൾ അദ്ദേഹം ആയിരുന്നല്ലോ ഇവിടുത്തെ പിന്നെ ഗവർണർ. അദ്ദേഹം എന്താണ് പേര് അദ്ദേഹം മമതയായിട്ട് നല്ല ബന്ധമായിരുന്നു. സി വി ആനന്ദ ബോസ് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനം ശക്തമായി നിലനിർത്തുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യ പോലുള്ള രാജ്യത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ എല്ലാവരും വിചാരിച്ചു മോഡിനെ കണ്ടാൽ കൊഞ്ഞനം കൂത്തും. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാവരും വന്നു മോഡിക്ക് ഇരിക്കുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യണം, പ്രധാനമന്ത്രിനെ വെടിവെക്കണം പോയിട്ട് എന്ന് പറയാം. ഇവിടെ പല പത്രങ്ങളും പിണറായിന് ഇതല്ല പൊസിഷൻ. പിണറായിയുടെ നിങ്ങൾ പലതും പൊസിഷൻ ഉണ്ട്. ശരി, കേരള മുഖ്യമന്ത്രി ആകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ ഡ്യൂ റെസ്പെക്ട് കൊടുക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട ഡ്യൂ റെസ്പെക്റ്റും കൊടുക്കും. അത് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. ഇദ്ദേഹത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർ സപ്പോർട്ട് ചെയ്തു. മുസ്ലിം ലീഗാണ് പ്രധാന സഖ്യകക്ഷി എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന് പിന്നെ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകൾ പട്ടിണി കിടന്നു. അപ്പം പിന്നെ പിണറായി വിജയൻ കണ്ടപ്പോൾ ഉണ്ടായ അത്രയും വിമർശനം എപ്പോൾ ഉണ്ടാവില്ല. അന്ന് കാരണം ഓൾറെഡി കമ്മ്യൂണിസ്റ്റുകാർ പോയി കണ്ടിട്ടുണ്ടല്ലോ പിണറായി വിജയൻ. രണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവരും സതീശനെടുത്തിനെ മൈൽഡാണ്. അത്രയും വിമർശനം ഉണ്ടാവില്ല. നമുക്കേതായാലും കേന്ദ്രത്തിൻ്റെ നല്ല ബന്ധം വളരെ അത്യന്താപേക്ഷിതമാണ്. അത് ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഫണ്ട് നേടിയെടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ എല്ലാം തന്നെ നല്ല ബന്ധം വേണം. പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. വൻതോതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്ന സ്ഥലമാണ്. വൻതോതിൽ പല സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നമാണ്. ഇപ്പം മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണെങ്കിലും പിന്നെ പുറത്തേക്കുള്ള മൈഗ്രേഷൻ ആണെങ്കിലും വളരെ കാര്യമായ രീതിയിൽ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം ഈ കേന്ദ്രമായിട്ട് വർത്തമാനം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നല്ല തീവ്രവാദ പ്രവർത്തനം അത്രയല്ല, പക്ഷെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്രദേശമാണ്. IS ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടന്ന സ്ഥലം കേരളമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ച് നേരിടേണ്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല തുടക്കമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ആദ്യ ദിവസം വി.ഡി. സതീശന് പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ചാനലുകളെല്ലാം പ്രധാനമന്ത്രി വി.ഡി. സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല എന്നുള്ള അതുകൊണ്ടല്ല, അദ്ദേഹത്തിന് എന്തൊക്കെ തിരക്കുണ്ടോ. അല്ലാതെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു കേരള മുഖ്യമന്ത്രിക്ക് സമയം അനുവദിക്കാത്ത ആളൊന്നല്ല. പത്രക്കാർ അവരുടെ എന്തായാലും കുശുമ്പും കുന്നായ്മയാണ്, അത്രയേ ഉള്ളത്. ബോഡി അങ്ങനെ കാണിക്കുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് നല്ല ബഹുമാനം കൊടുക്കുന്ന ആളാണ് അദ്ദേഹം. പ്രധാനമന്ത്രി എന്ന രീതിയിൽ, രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ അങ്ങനെ ഭയങ്കര അടമനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വിജയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. വിജയ് എന്ന സമയം ചോദിച്ചിട്ട്, കാരണം മൂപ്പർക്ക് അന്നപ്പോൾ വേറെ എന്തൊക്കെ തിരക്കായിരുന്നു. അത് റോബിയോ മറ്റേ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇവിടെ സന്ദർശനമൊക്കെ, അതുകൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത്. അതൊരു സതീശനോടൊന്നും മൂപ്പർക്ക് വലിയ മൂപ്പർക്ക് അങ്ങനെ എന്താ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ പിന്നെയുള്ളത് വിജയ് ആയിട്ടാണ്. കാരണം വിജയ് വേറെ ഒരു ലോബിയുടെ ആളാണ്. സതീശൻ അങ്ങനെ വേറെ ലോബിയുടെ ആളൊന്നുമല്ല. ആ സതീശൻ ആവർത്തി തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ സപ്പോർട്ട് ചെയ്തപ്പോൾ അവർ സതീശൻ അവിടെ കൂടെ വെക്കുന്നു. സതീശൻ അങ്ങനെ അല്ലാന്ന് കൃത്യമായി സതീശൻ രത്തൻ കേൾക്കറുടെ നിയമനമാണെങ്കിലും റോയ് മാത്യുവിൻ്റെ നിയമനമാണ്, അതൊന്നും അവർക്ക് അത്ര യോജിച്ച ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ മേനോ എന്ന് പറഞ്ഞാൽ വെറുതെ ആയിരിക്കില്ല, അച്ഛനോർത്ത് ശരിയാണ്. പക്ഷേ പണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിച്ച് നമ്മളെ അവതാരങ്ങളായിട്ട് ആരും നടക്കും. പിണറായി വിജയൻ അന്ന് നേരിട്ട് പറഞ്ഞു, പക്ഷേ അവതാരങ്ങളായിരുന്നു ഭരണം നടത്തിക്കൊണ്ട് നമുക്കറിയാം. പക്ഷേ പറയാതെ അവതാരങ്ങളെ സൂചിപ്പിച്ച ഒരാളാണ് സതീശൻ. അവതാരങ്ങളൊന്നും ആരും അയണ്ട എന്നുള്ള മെസ്സേജാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വാസ് എ വെരി ക്ലിയർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് വെൽ. അപ്പോൾ അതുകൊണ്ട് അത് നല്ല തീരുമാനമാണ്. ഇപ്പം രത്തൻ കേൽക്കറിനെ എന്താ ആക്കിയത് നിങ്ങൾ പറയും. രത്തൻ കേൽക്കറിന് അദ്ദേഹത്തിൻ്റെ കരിയറിന് യാതൊരു തരത്തിലുള്ള ടേഞ്ചും ഏൽക്കാത്ത ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. ഇന്ന് ഇടതുപക്ഷം ഭരിച്ചത് വേറെ ആയിരുന്നല്ലോ, പിന്നെ പോലീസ് കമ്മീഷണർ DGP. വേറെ പറ്റി എന്താ ടേൻറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. വേറെ പറ്റി പക്ഷേ കേരളത്തിൽ ജനങ്ങൾക്കോ മറ്റു ഓഫീസർമാർക്കോ അത്ര നല്ല അഭിപ്രായമല്ലുള്ളത്. വേറെ എന്ന് പറഞ്ഞ ആളുകൾ ചിരിക്കുകയായിരുന്നു. വേറെ ഒരാൾ രണ്ടാമത് വന്ന് രാജേഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ദളിത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ വലിയ പേരെടുത്തൊരു ഓഫീസർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരിലൊന്നും ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഇവിടെ ശ്രീലേഖ IPS എന്ന പേരുള്ള ആദ്യത്തെ വനിതാ ഓഫീസർ ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ട് DGP ആക്കിയില്ല? നിങ്ങൾ നവോത്ഥാനവും സ്ത്രീകളെ ഉന്നമനവും ഒക്കെ ആണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ശ്രീലേഖ IPS ആക്കണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാക്കിയില്ല?
മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഞാൻ അപ്പം രത്തൻ കേൽക്കർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഇങ്ങനെ ടൈൻറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്, ഈ ഗണത്തിലൊന്നും പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ആ അപ്പോയിൻമെൻറ്റിനെ വിമർശിക്കാനുള്ള യാതൊരു തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. കാരണം അവർ നിയമിച്ച പിന്നെ DGPമാർ അത് ഈ അവസാനം നിയമിച്ച രേവത ചന്ദ്രശേഖർ അല്ലാതെ, രേവത ചന്ദ്രശേഖരനെ പറ്റി ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആരോപണം നിങ്ങൾക്കുള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ആ കണ്ണൂർ വെടിവെപ്പിൻ്റെ സമയത്ത്, കൂത്തും വെടിവെപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ആയിരുന്നു SP എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. പക്ഷെ മറ്റുള്ള പല ആളുകളെ അങ്ങനെയല്ല. അവരുടെ പേരിൽ അതിശക്തമായിട്ടുള്ള മറ്റു രീതിയിലുള്ള ആരോപണങ്ങൾ വന്നതാണ്. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സമയത്ത് CPM അതിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല, ആളുകൾ മുഖവിലേക്ക് എടുക്കുകയും ചെയ്യും. അപ്പോൾ രത്തൻ കേൽക്കർ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. SIR നടപ്പിലാക്കി. SIR നടപ്പിലാക്കിയപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന ഒരു വിമർശനങ്ങൾ ഉയർത്തുന്നല്ലാതെ ബംഗാൾ പോലെയൊന്നും അങ്ങനെ പക്ഷപാതം കാണിച്ചൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ രത്തൻ കേൽക്കർ അതും പറഞ്ഞ് BJPനെ സന്തോഷിപ്പിക്കാൻ. രത്തൻ കേൽക്കർ പിന്നെ നരേന്ദ്രമോദിയുടെ മരുമോനാണ് രത്തൻ കേൽക്കർ. എന്ത് ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ ഒരു ഗുണം, ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുകാരായ ഈ മാധ്യമ മീഡിയമാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. സതീശനായതുകൊണ്ടാണെന്ന് തോന്നുന്നത്, സതീശൻ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും. അല്ല, സതീശനെ മാറ്റിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വലിയ ഹിന്ദു കൺസോർട്ടേഷൻ അപ്പുറത്തുണ്ടാവും എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അവരേതായാലും ഇതിനൊന്നും കാര്യമായി വിമർശിച്ച് കണ്ടിട്ടില്ല. അതൊരു നല്ല കാര്യമാണ്. സ്ഥിരം കുത്തിത്തിരിപ്പ് കണ്ടിട്ടില്ല. അവരെ എടുക്കുന്ന ഇപ്പോൾ ഒരു തന്ത്രമുണ്ട്. മറ്റേ നമ്മളൊക്കെ എടുക്കുന്ന ഒരു സെക്കുലർ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടിലേക്ക് അവർ വന്നിട്ടുണ്ട് പല കാര്യങ്ങളും. പക്ഷെ അവർ വിചാരം ഇത് അവരുടെ ആത്മാർത്ഥമായ മാറ്റം എന്നാണ് മറ്റുള്ളവർ കരുതും. അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ തന്ത്രമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് ഇപ്പം ഗുണകരമാണ്. അതുകൊണ്ട് നമ്മൾ അതിനൊക്കെ സ്വാഗതം ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഈ CPM ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തിനും ഏതിനും കേന്ദ്രത്തിനെ പഴിയാറലുണ്ടായിരുന്നു. ഒന്ന്, പണ്ടത്തെ പോലെ അത് ചെയ്യാൻ പറ്റില്ല. രണ്ട്, പണ്ടത്തെ പോലെ ഇങ്ങനെ കാര്യം സാധനം ചെയ്യാൻ നാട്ടുകാരുടെ സപ്പോർട്ട് കിട്ടിയതാണ്. കാരണം ഇവർ ചെയ്തൊക്കെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. പണ്ടത്തെ പോലെ അല്ല. പണ്ടത്തെ ദേശാഭിമാനി മാധ്യമങ്ങളല്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. പിള്ളേർ ഇത് മൊത്തം എടുത്ത് പുറത്തിടും. മുരളീധരൻ്റെ അവസ്ഥ ഇപ്പോൾ. പണ്ട് കോൺഗ്രസ് ആളുകൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. AK ആന്റണി പോയിട്ടുണ്ട്, വയലാർ പോയിട്ടുണ്ട്, ഉമ്മൻചാണ്ടി പോയിട്ടുണ്ട്. അവരും തിരിച്ചു വന്നപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു. കഷ്ടകാലത്തിന് മുരളീധരൻ്റെ സമയത്ത് ഈ വിഷ്വൽ മീഡിയ സ്ട്രോങ്. ഏഷ്യാനെറ്റിൻ്റെ ആർക്കൈവ്സ് സകല സാധനമുണ്ട്. മുരളി ഓരോ തവണ കോൺഗ്രസ് വരാൻ ശ്രമിക്കുമ്പോൾ ഇവരിത് എടുത്ത് പുറത്തിടും. അതുകൊണ്ടാണ് മുരളിയുടെ തിരിച്ചുവരവ് ബുദ്ധിമുട്ടായിപ്പോയത്. അതേപോലെ അതിലും കഷ്ടമാണ് ഈ CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാം സോഷ്യൽ മീഡിയയുടെ കയ്യിലുണ്ട്. ആരെങ്കിലും ഇതൊക്കെ എടുത്ത് പുറത്തിടും. അതുകൊണ്ട് മുമ്പത്തെ പല സമരത്തിന് സപ്പോർട്ടും കിട്ടില്ല. അതുകൊണ്ട് ഇനിയൊരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടും റിയൽ ഇഷ്യൂസിൽ VS-നെ പോലെ ഇടപെട്ട് നിന്ന് കഴിഞ്ഞാൽ CPM-ന് നല്ലതാണ്. അല്ലെങ്കിൽ ഏൽക്കാൻ പോകുന്നില്ല. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വേണ്ട തരത്തിലുള്ള സഹായവും കേരളത്തിന് വേണം. പിന്നെ രണ്ടാമത് ഈ മുസ്ലിം ലീഗ് ഈ പ്രശ്നത്തിൽ ഒരു കുഴപ്പം ഉണ്ടായില്ല. മുസ്ലിം ലീഗ് ബേസിക്കലി ബിസിനസ്സുകാരുടെ പാർട്ടിയാണ്. പിന്നെ പ്രവാസികളുടെ ഒരു പാർട്ടിയാണ്. അപ്പോൾ കേന്ദ്രമായിട്ട് നല്ല ബന്ധത്തിൽ പോകേണ്ടത് അവരുടെ അത്യാവശ്യമാണ്. പിന്നെ കേരളത്തിലെ ഈ മുസ്ലിം, ഞാൻ പറയുന്ന മലബാർ മുസ്ലിംസ് ലീഗ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവരാണല്ലോ. മറ്റേ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മോനെ മന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ബേസിക്കലി ഈ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മലബാറിലെ മാപ്പിളയുടെ പാർട്ടിയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്നതിൻ്റെ അതിരി ഇന്ത്യനെ, ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് ഇന്ത്യനെ രണ്ട് കഷ്ണമാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആളുകളൊന്നുമല്ല. കഷ്ണമാക്കിയ സമയത്ത് മുസ്ലിങ്ങളെ, കഷ്ണമായ സ്ഥലത്ത്, മുസ്ലിം രാജ്യമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർക്കറിയാം. ഇപ്പോൾ സിറിയയിലും ലെബനനിലും ഈജിപ്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന പേരിന് ടുണീഷ്യ എന്ന ആളുകൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മുസ്ലിം രാജ്യത്ത്. ഇന്ത്യയിലാണ് ആളുകൾക്ക് പിന്നെയും ജീവിക്കാൻ പറ്റുന്നത്, കേരളത്തിൽ. അത് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമായിട്ട് നല്ല പോകേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് അവരും കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇങ്ങനെ വല്ലാത്ത ഘട്ടത്തിൽ പെട്ടാണ് അവരും വലിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് CPM കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അവർ എക്സ്പോസ്ഡ് ആവും. അതുകൊണ്ട് ഇപ്പം നല്ലൊരവസ്ഥയാണ്. സതീശന് കുറച്ച് ടൈം കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.